മണ്ണിരുന്ന് എവിടെ മീൻ തിന്നുണ്ടോ? എടാ ഒന്ന് ഇട്ട് കൊടുക്കടാ. ആ അതെ കുഞ്ഞു മീങ്ങളല്ലേ. ആ അതാണ്ട് മണ്ണിരുന്ന് ഇട്ട് കൊടുത്തിട്ട് കാണല്ല, വലിയ ക്ലിയർ ഒന്നും ഇല്ല. ഇത് വീടിന്റെ പിന്നത്തെ കനാലാണ്. വീടിന്റെ ബാക്കിലെ കനാലാണ്. ഇങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവാറില്ല. മഴക്കാലമായപ്പോൾ മഴവെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ട് ആദ്യം ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ, അതായത് ഇങ്ങനെ കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ മണ്ണായി കിടക്കിയിരുന്നു. നമുക്ക് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇറങ്ങി. ഇതിപ്പോൾ കുട്ടാപ്പി മീനിന് ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഗ്രോ ബാഗിൽ മണ്ണ് നിറക്കാൻ വന്നതാ. പക്ഷെ ഇവിടുത്തെ പരിപാടി ഇപ്പോൾ കിളച്ചെടുത്ത മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണീരിനെ വേറെടുത്തി കനാലിൽ മീനിന് ഫുഡ് കൊടുക്കണ പരിപാടിയാണ്. എന്താ കനാല് പുറത്ത് കുറേ തെങ്ങിൻ്റെ ഇതൊക്കെയാണ്, തെങ്ങിൻ തോപ്പുകളൊക്കെ. പക്ഷെ കാര്യമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ മൊത്തം കുരങ്ങന്മാർ കയറി നിരങ്ങിയിട്ട് ഒക്കെ ഒരു കഥ. ഒരു തേങ്ങ 500-600 തേങ്ങ ഇട്ടിരുന്നവരൊക്കെ കുട്ടാപ്പി കുട്ടാപ്പി ഡ്രസ്സൊന്നും ഇടാതെയാണ് ഇതാ അത് ആ മീനിന് കൊടുത്ത ഫുഡ് ഇതാ കടിച്ചു വലിക്കണ്. കാണിച്ചുതരാം. ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എന്താ മഴക്കാലം ആകുമ്പോഴേ ഇത്ര പെട്ടെന്ന് പോയി. വലിയൊരു മീനുണ്ടായിരുന്നു, അത് പോയി. മണ്ണിരുന്ന് എവിടെ മീൻ തിന്നുണ്ടോ? എടാ ഒന്ന് ഇട്ട് കൊടുക്കടാ. ആ അതെ കുഞ്ഞു മീങ്ങളല്ലേ. ആ അതാണ്ട് മണ്ണിരുന്ന് ഇട്ട് കൊടുത്തിട്ട് കാണല്ല, വലിയ ക്ലിയർ ഒന്നും ഇല്ല. ഇത് വീടിന്റെ പിന്നത്തെ കനാലാണ്. വീടിന്റെ ബാക്കിലെ കനാലാണ്. ഇങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവാറില്ല. മഴക്കാലമായപ്പോൾ മഴവെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ട്